തിരുവനന്തപുരം വെൺപാലവട്ടത്ത് എയർഫോഴ്സ് ജീവനക്കാരും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ സംഘർഷം. വെൺപാലവട്ടം ഇംപീരിയൽ ഹോട്ടലിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മദ്യപിച്ചെത്തിയ എയർഫോഴ്സ് സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന ഹോട്ടൽ ജീവനക്കാരുടെ പരാതി. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, എന്താണ് സംഭവിച്ചത്? ആര്യ, ഇന്നലെ രാത്രി ഏകദേശം 10 മണിക്ക് 10:30 ഈ തരത്തിലൊരു സംഭവം തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം വെൺപാലവട്ടത്ത് പ്രവർത്തിക്കുന്ന ഈ ഇംപീരിയൽ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഉണ്ടായത്. ഏകദേശം 10 മണിയോടുകൂടി എയർഫോഴ്സിന്റെ ഒരു സംഘം അവിടെ ഭക്ഷണം കഴിക്കാനായി എത്തുന്നു. തുടർന്ന് ഇവർ പുറത്തു വെച്ച് മദ്യപിച്ചതിന് ശേഷം അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അതായത് ഇംപീരിയൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ചാക്കയിലുള്ള പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ റെസ്റ്റോറന്റുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുടുംബമായൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ ജീവനക്കാർ ഇവരോട് അതായത് മദ്യപിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കലെന്ന് പറയുന്നു. തുടർന്ന് എയർഫോഴ്സ് ജീവനക്കാർ ആദ്യം ഈ ഇംപീരിയൽ കിച്ചണിലുള്ള ജീവനക്കാരെ മർദ്ദിച്ചു എന്നാണ് ജീവനക്കാർ നമ്മോട് പറഞ്ഞത്. ഇതിനുശേഷമാണ് തുടർന്ന് ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയും എയർഫോഴ്സ് അധികൃതരും അതുപോലെ തന്നെ ഇംപീരിയൽ കിച്ചൺ ജീവനക്കാരും ചാക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. തുടർന്നാണ് ഇരു കൂട്ടർക്കും പരാതിയില്ല എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്തത്. പക്ഷേ ഹോട്ടൽ ജീവനക്കാർക്കും അതുപോലെ തന്നെ എയർഫോഴ്സ് ജീവനക്കാർക്കും നല്ല രീതിയിലൊക്കെ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതിൽ പലരും സമീപത്തുള്ള ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ തേടിയ ശേഷമാണ് ഇന്നലെ വീട്ടിലേക്ക് പോയത്. എന്തായിരുന്നാലും ഇന്ന് നമ്മളിപ്പോൾ അവരുടെ പ്രതികരണമൊക്കെ എടുക്കാനേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ ഇതുവരെ ഇന്നലത്തെ സംഭവത്തിന് ശേഷം തിരികെ ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വിവരങ്ങൾ നൽകിയത്.